ഒരു കണക്ക് പുസ്തകത്തിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത രേഖകളും രൂപങ്ങളും കൊണ്ടാണ് KCS തൻ്റെ ചിത്രതലങ്ങൾ അലങ്കരിച്ചത്. ചിത്രകലയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ എഴുതിയ 8ാമത്തെ പുസ്തകമാണ് വരയിലേക്കുള്ള വഴി എന്ന പുസ്തകം. ഇത് സൈഗതം ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മറ്റ് നേരത്തെ എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അല്ലെങ്കിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട 2-3 പുസ്തകങ്ങൾ ആ കൂട്ടത്തിലുണ്ടെങ്കിലും ഈ പുസ്തകം വരയിലേക്കുള്ള വഴി എന്ന പുസ്തകം എൻ്റെ ചിത്രകലാ ജീവിതമായും എൻ്റെ കുട്ടിക്കാലത്തെ ചിത്രകലയുമായി ബന്ധപ്പെട്ട കലാ അനുഭവങ്ങളുമായും ഒക്കെ ആത്മാംശമുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ രചനയിൽ തന്നെ നമ്മളിപ്പോൾ ആദ്യം പറയുന്നത് പോലെ എൻ്റെ മുത്തച്ഛനിലൂടെയാണ് അത് തുടങ്ങുന്നത്. അമ്മയുടെ അച്ഛൻ, അദ്ദേഹം കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ദാരു ശില്പിയായിരുന്നു. PK രാമകൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കലാരചനകൾ, ശില്പകലാ രചനകൾ കണ്ടുകൊണ്ടാണ് എൻ്റെ ബാല്യം തുടങ്ങുന്നത്. അതുതന്നെയാണ് ആ പുസ്തകത്തിൻ്റെ തുടക്കത്തിലും ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ തുടങ്ങി ഈ ചിത്രകലാ പഠനം ഞാൻ നടത്തുന്നത്, ചിത്രകലയിലേക്ക് ഉള്ള പഠനം വരുന്നത്. അപ്പോൾ ചിത്രകലയിലുള്ള പഠനത്തിലൂടെ ലോക ചിത്രകലയെയും ഇന്ത്യൻ ചിത്രകലയെയും അറിയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് ബോധ്യം വരുന്നതിന്, അത് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എൻ്റെ ചിത്രകല അല്ലെങ്കിൽ ശില്പകല അനുഭവങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ വിവരങ്ങളൊക്കെ ചേരുന്നതാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ആ ഭാഗത്ത് ചിത്രകല പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇന്ന് കുട്ടികൾ നേരിടുന്ന ചിത്രകല, ഇപ്പം നമുക്കറിയാം, നമ്മുടെ എല്ലാ ദിവസവും കലാമത്സരങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലമാണ്. കുട്ടികളുടെ മത്സരങ്ങൾ, കുട്ടികളുടെ ചിത്ര പ്രദർശനങ്ങളും ഒക്കെ നടക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് കുട്ടികളെ എങ്ങനെയാണ് ചിത്രകലാ പഠനം നടത്തിക്കേണ്ടത്, ആ കലാപഠനത്തിലൂടെ കുട്ടികൾക്ക് ഉണ്ടാകേണ്ടുന്ന സർഗവാസനകൾ എങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്, അത് എങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഒരു ചിത്രം വരച്ചാൽ അതെങ്ങനെയാണ് ആ വിഷയത്തോട് നീതി പുലർത്തിക്കൊണ്ട് കുട്ടികൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആ മനസ്സർപ്പിക്കേണ്ടത് എന്നൊക്കെ പുസ്തകത്തിൽ ഓരോ ഭാഗങ്ങളിലായി കുറേശ്ശെ പറഞ്ഞു പോകുന്നുണ്ട്. എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അത് പറയുന്നത്. ഞാൻ സ്കൂൾ കാലഘട്ടത്തിലാണ് ഈ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ കലോത്സവങ്ങളിൽ ഞാൻ പങ്കെടുത്തിരുന്ന കാലമല്ല ഇന്ന്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഈ രംഗത്തേക്ക് വരുമ്പോൾ, ഇപ്പോൾ വിഷയം തന്നൊരു ചിത്രം വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അത്തരം ഒരു പഠനം നമ്മുടെ സ്കൂളുകളിലൊക്കെ കുറേശ്ശെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് ഒരുപാട് പഠനം നമുക്ക് ആവശ്യമാണ്. ഇന്നതല്ല. ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കലാവിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ സ്കൂൾ പഠനത്തിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചിത്രകല കടന്നു വരുന്ന ഒരു കാലമാണ്. ഹയർ സ്റ്റഡീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ തയ്യാറാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ചിത്രകല നമുക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് ആണ് നാം ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ എത്ര പേരാണ് അതിനോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു കാലം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ യുവജനോത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനും അതിൻ്റെ വിധികർത്താവായി പലപ്പോഴും പോകുന്ന ആളാണ്. അങ്ങനെ പോകുമ്പോൾ അവരുമായി നമ്മൾ ഇൻട്രാക്ഷൻ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു അറിവ് വളരെ ദുഃഖകരമായ കാര്യമാണ്. അവർക്ക് ചിത്രകലയെക്കുറിച്ചൊരു അവബോധമില്ല. നന്നായി വരയ്ക്കുന്ന കുട്ടികളാണ്, നല്ല സമ്മാനം കിട്ടുകയും വളരെ മിടുക്കരായ കുട്ടികളുമാണ്. പക്ഷേ അവർക്ക് ചിത്രകലയെക്കുറിച്ച് വേണ്ടത്ര അവബോധമില്ല എന്നുള്ളത്. നമ്മൾ KCS പണിക്കർ എന്ന് പറയുന്ന വിഖ്യാതനായ ആധുനിക ചിത്രകലയുടെ കുലപതിയായിട്ടുള്ള KCS പണിക്കരെക്കുറിച്ച് ചോദിച്ചാൽ കുട്ടികൾക്കറിയില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ നമ്മുടെ വിശ്വോത്തരനായ കലാകാരൻ രാജാ രവിവർമ്മയുടെ ഗാലറിയുണ്ട്, KCS പണിക്കരുടെ ഗാലറിയുണ്ട്. എത്ര പേരാണ് നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവിടെ ആ ചിത്രങ്ങൾ കൊണ്ടുപോയി കാണിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ജീവിക്കുമ്പോഴാണ് അതേക്കുറിച്ച് ഉള്ള ഒരു സാമാന്യ ബോധം നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കുക എന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓരോ അധ്യായങ്ങളിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. മറ്റൊരു കാര്യം, ആ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വിഖ്യാതരായ അല്ലെങ്കിൽ വിശ്വോത്തരരായ മറ്റ് കലാകാരന്മാരെക്കുറിച്ചാണ്. ഇപ്പോൾ വിൻസെൻ്റ് വാൻ ഗോഗ് ആയാലും ലിയനാർഡോ ഡാവിഞ്ചി
അതുപോലെ മൈക്കലാഞ്ചലോ തുടങ്ങിയ കലാകാരന്മാരിൽ തുടങ്ങി നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള നമ്മുടെ നമ്പൂതിരി, പിന്നെ കാനായി, സി എൻ കരുണാകരൻ അടക്കമുള്ള നിരവധി കലാകാരന്മാരെ അതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. പുതിയ തലമുറയിലുള്ള കാട്ടൂർ സാറായാലും ജി രാജേന്ദ്രൻ അടക്കമുള്ള കലാകാരന്മാരെ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം അറിവ് അവർ ചെയ്യുന്ന വർക്കുകളെക്കുറിച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം പിന്നെ രാജാ രവിവർമ്മ ചെയ്തിരുന്ന ഒരു ശൈലീ സങ്കേതമല്ല KCS പണിക്കർ ഉപയോഗിച്ചിരുന്നത്. അതെന്താണ്? അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വളരെ റിയലിസത്തിലൂടെയാണ് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ കടന്നുപോയതെങ്കിൽ അതിൽ ഏറ്റവും അബ്സ്ട്രാക്റ്റായ അല്ലെങ്കിൽ ഒരു ചിത്രതലത്തിൽ വിവിധ ആശയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് KCS പണിക്കർ തങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കിയത്. ഒരു കണക്ക് പുസ്തകത്തിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത രേഖകളും രൂപങ്ങളും കൊണ്ടാണ് KCS തൻ്റെ ചിത്രതലങ്ങൾ അലങ്കരിച്ചത്. അപ്പോൾ അതെന്താണ്, അതിനകത്തുള്ള പ്രത്യേകത എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ആ ചിത്രങ്ങൾ വായിക്കേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു ആധുനിക ചിത്രം കാണുമ്പോൾ അതെങ്ങനെയാണ് ആ ചിത്രത്തെ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും അറിയുകയും ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ലളിതമായി കുട്ടികൾക്ക് കൂടി മനസ്സിലാകുന്ന തരത്തിലാണ് ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കലാ അനുഭവങ്ങൾ, എനിക്ക് പിന്നെ ഔദ്യോഗികമായി ഞാൻ ചിത്രകലയുമായി ബന്ധപ്പെട്ട് സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുന്നത്, ഞാൻ ജോലി ചെയ്തിരുന്നത് ആയുർവേദ കോളേജിലാണ്, ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരത്താണ്. അവിടെയും ചിത്രകലയുമായി ബന്ധപ്പെട്ട ജോലിയാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരെയുള്ള പിന്നെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതുപോലെ പിന്നെ സർക്കാർ സർവീസിൽ വരുന്നതിന് മുമ്പ് പിന്നെ കേരള കൗമുദി, കലാകൗമുദി ഗ്രൂപ്പിലാണ് കുറേ നാൾ 5 വർഷത്തോളം ജോലി ചെയ്തിരുന്നത്, ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഇലസ്ട്രേഷൻസ്, പേജ് ലേഔട്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഒരു പേജിൻ്റെ രൂപ സംവിധാനം, എങ്ങനെയാണ് ഒരു വീക്കിലിയുടെയോ അല്ലെങ്കിൽ ഒരു പത്രത്തിൻ്റെയോ പേജ് രൂപകൽപ്പന ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മാഗസിൻ രൂപകൽപ്പന ചെയ്യുന്നത് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതുപോലെ അതിനകത്ത് രേഖാചിത്രങ്ങൾ, നമ്മൾ നേരത്തെയൊക്കെ ബ്ലോക്ക് എടുത്ത് പ്രിൻ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്, പിന്നീടാണ് അത് ഓഫ്സെറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അത്തരമുള്ള ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കലായി സാങ്കേതികമായ ചിത്രകലയുമായും ശില്പകലയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പ്രധാനമായി ചിത്രകലയാണ്, ശില്പകല അതിനകത്ത് വളരെ നേരിയ തോതിൽ ഒന്ന് അടയാളപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചിത്രകലയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. മറ്റൊന്ന് ഇതിനോട് പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പുസ്തകം അല്ലെങ്കിൽ ഈ മാറ്റർ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഗാന്ധിഭവൻ സ്നേഹരാജ്യം മാസികയിലാണ്. ശ്രീ പുനലൂർ സോമരാജനും ശ്രീ അമൽരാജും അവരുടെ ഒരു താല്പര്യത്തിലാണ് അതിനകത്ത് ആ കോളം, വരയിലേക്കുള്ള വഴി എന്ന കോളം 30 അധ്യായങ്ങളിലായി അത് പ്രസിദ്ധീകരിച്ചു വന്നത്. ഇനിയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുസ്തകവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം നമ്മൾ പുസ്തകം വായിക്കുമ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാക്കുക. നിരവധി ചിത്രങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്.